എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബർ 14 നടത്തിയ നെറ്റ് എക്സാമിൽ ഷിഫ്റ്റ് 2 അതായത് ഉച്ച കഴിഞ്ഞ് നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ തൊട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസും ഉണ്ട്. The following table shows the percentage of marks obtained by 6 different students in 6 different subjects A to F of MCA program in a university, along with the maximum marks in each subject shown in brackets. Based on the data in the table, answer the questions that follow. ഒരു യൂണിവേഴ്സിറ്റിയിലെ MCA പ്രോഗ്രാമിലെ A മുതൽ F വരെയുള്ള സബ്ജക്റ്റുകളിൽ 6 ഡിഫറെൻറ്റ് കുട്ടികൾക്ക് 6 ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓരോ സബ്ജക്റ്റിനും ലഭിക്കേണ്ട മാക്സിമം മാർക്കും എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. സ്റ്റുഡൻറ്റ് വൈസ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഇൻ 6 സബ്ജക്റ്റ്. സ്റ്റുഡൻസ് അനിൽ A 66%. അതിൻ്റെ അത് A സബ്ജക്റ്റിന് 150 മാർക്കാണ് മാക്സിമം, Bക്ക് 100 ആണ് മാക്സിമം, Cക്ക് 150 ആണ്, Dക്ക് 125 ആണ്, Eക്ക് 75 ആണ്, Fന് 50 ആണ്. അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് നമ്പറിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിനാണ്. സോ അനിലിന് കിട്ടിയിരിക്കുന്നത് 66%, 75%, 88%, 56%, 56%, 90% എന്നിവയാണ്. അർമാന് 82%, 76%, 84%, 96%, 92%, 88%. അർപ്പിതിന് 76%, 66%, 78%, 88%, 72%, 70%. ഗൗരവിന് 90%, 88%, 96%, 76%, 84%, 86%. ഗുർജിത്തിന് 64%, 70%, 68%, 72%, 68%, 74%. പ്രിയയ്ക്ക് 48%, 56%, 50%, 64%, 64%, 58% എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടിക്കും ഓരോ സബ്ജക്റ്റിനും കിട്ടിയിരിക്കുന്ന മാർക്ക് പെർസെൻറ്റേജിലും മാക്സിമം മാർക്ക് നമ്പറിലുമാണ് തന്നിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് ഡിവൈഡ് ബൈ 100 ഇൻറ്റു മാക്സിമം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ആ സബ്ജക്റ്റിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ് നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ അനിലിന് A എന്ന് പറയുന്ന സബ്ജക്റ്റിന് 66% ആണ് മാർക്ക് വന്നിരിക്കുന്നത്. സോ അത് നമ്പറിലോട്ട് കാണാനായിട്ട് 66 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 150 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റിൽ അനിലിന് കിട്ടിയ മാർക്ക് കിട്ടും. സോ ഇതാണ് നമുക്കിവിടെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ മൊത്തം നമ്പർ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓരോ കുട്ടിക്കും ഓരോ സബ്ജക്റ്റിന് കിട്ടിയേക്കണ മാർക്ക് നമ്പറിൽ പെർസെൻറ്റേജ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ അനിലിന് 99 മാർക്ക്, 75, 132, 70, 42, 45 എന്നിങ്ങനെയും. അർമാന് 123, 76, 126, 120, 69, 44. അർപ്പിതിന് 114, 66, 117, 110, 54, 35. ഗൗരവിന് 135, 88, 144, 95, 63, 43. ഗുർജിത്തിന് 96, 70, 102, 90, 51, 37. പ്രിയയ്ക്ക് 72, 56, 75, 80, 48, 29 എന്നിങ്ങനെയാണ് ഈ മാർക്കുകൾ ലഭിച്ചത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു മാക്സിമം മാർക്ക് ചെയ്താണ് നമ്മൾ ഈ ടേബിളിലെ മാർക്കുകൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മാർക്സ് ഡിഡ് അനിൽ ഗെറ്റ് ഇൻ ഓൾ ദ 6 സബ്ജക്റ്റ് ടുഗദർ? അതായത് അനിലിന് A മുതൽ F വരെ ഉള്ള സബ്ജക്റ്റുകൾക്ക് മൊത്തം കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 369, 463, 558, 496. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, 463 ആണ്.
അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന് മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കിത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള മാർക്സ് എല്ലാം കൂട്ടി പോകുന്നേ ഉള്ളൂ. സോ അനിൽ മാർക്സ് ഇൻ എ 66/100 × 150 = 99. ബിയിൽ 75/100 × 100 = 75. മാർക്ക് സിയിൽ 88 ആണ് പെർസെൻറ്റേജ്. സോ 88/100 × 150 = 132. ഇനി ഡിയിലെ മാർക്ക് കാണാൻ 56 ആണ് പെർസെൻറ്റേജ്. മാക്സിമം മാർക്ക് 125 ആണ്. സോ 56/100 × 125 = 75. ഇനി ഇയിലേത് 56/100 × 75 = 42. ഇനി എഫിലെ 90/100 × 50 = 45. അപ്പോൾ ഇതാണ് അനിലിന് ABCDEF എന്നീ സബ്ജക്റ്റുകൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ മാർക്ക് എത്രയാണ് അനിലിന് കിട്ടിയിരിക്കുന്നതെന്നാണ്. സോ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 99 + 75 + 132 + 75 + 42 + 45 = 463, 463 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ഓൾ 6 സബ്ജക്റ്റ് ടുഗദർ ഈസ് മോർ ദാൻ 490 by exactly dash സ്റ്റുഡൻസ്. അതായത് 6 സബ്ജക്റ്റിനും കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് ടോട്ടൽ മാർക്ക് 490 കൂടുതൽ കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4, 5. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, 3 ആണ്. നമ്മൾ അനിലിൻ്റെ മാർക്ക് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. 99 + 75 + 132 + 75 + 42 + 45 = 463. അതെന്തായാലും 490 താഴെയാണ്. ഇനി അർമാൻ്റെ വരുമ്പോൾ 123 + 76 + 126 + 120 + 69 + 44 = 558. അത് കൂടുതലാണ്, 490-നേക്കാൾ കൂടുതലാണ്. ഇനി അർപ്പിത 114 + 66 + 117 + 110 + 54 + 35 = 496. അതും 490-നേക്കാൾ കൂടുതലാണ്. ഇനി ഗൗരവ് 138 + 88 + 144 + 95 + 63 + 43 = 568. അതും 490-നേക്കാൾ കൂടുതലാണ്. ഇനി ഗുർജിത്ത് 96 + 70 + 102 + 90 + 51 + 37 = 446. അത് 490 താഴെയാണ്. സോ അതുകൊണ്ട് അത് പറ്റില്ല. ഇനി ലാസ്റ്റ് വരുന്നത് പ്രിയ 72 + 56 + 75 + 80 + 48 + 29 = 360. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ 3 ആൾക്കാരുടെയാണ് പറ്റുള്ളൂ. 3 ആൾക്കാരാണ് 490-നേക്കാൾ കൂടുതലുള്ളത്. അത് അർമാന, അർപ്പിത, ഗൗരവ് എന്നീ 3 കുട്ടികളാണ്. Next question, if M and N represent the average marks obtained by all the 6 students together in subject C and E respectively, then MN is equal to, അതായത് എമ്മും എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത് സി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ടോട്ടൽ, അതായത് സി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കുട്ടികൾക്ക് മൊത്തം കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആവറേജും ഇ എന്ന് പറയണത്, അല്ലെങ്കിൽ എൻ എന്ന് പറയണത് ഇ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം മാർക്കിൻ്റെ ആവറേജുമാണ്. അതായത് ഇത്രയേ ഉള്ളൂ. എമ്മും എൻ എന്ന് പറയണത് സി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം മാർക്കിൻ്റെ ആവറേജ്, അതായത് മാക്സിമം മാർക്ക് കുട്ടികൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ ഡിവൈഡഡ് ബൈ നമ്പർ എന്നുള്ളതാണ് എം വരുന്നത്. ഇനി എൻ വരുമ്പോൾ ഇ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഈ മൊത്തം കുട്ടികൾക്ക്, ഈ 6 കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ നമ്പറാണ് എൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 112 56.5, 114 55, 115 56, 116 54.5. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പം നമ്മൾ ആദ്യം എം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കാണ് നോക്കുന്നത്. അനിലിന് 132, അർമാന് 126, അർപ്പിതിന് 117, ഗൗരവന് 144, ഗുർജിത്തിന് 102, പ്രിയയ്ക്ക് 75 എന്നിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഈ 132 + 126 + 117 + 144 + 102 + 75 = 696 എന്ന് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആവറേജ് കാണാനാണ്. സോ ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. സോ 696 ഡിവൈഡ് ബൈ 6 = 116 എന്ന് കിട്ടും. ഇനി എൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കുകയാണ്. അതിൽ അനിലിന് 42 മാർക്ക്, അർമാന് 69 മാർക്ക്, അർപ്പിതിന് 54 മാർക്ക്, ഗൗരവന് 63 മാർക്ക്, ഗുർജിത്തിന് 51 മാർക്ക്, പ്രിയയ്ക്ക് 48 മാർക്ക് എന്നിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 327 ആണ്. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് 327 ഡിവൈഡ് ബൈ 6 = 54.5 എന്ന് നമുക്ക് കിട്ടും.
Next question. Marks obtained by Gaurav are dash percentage more than that of Gurjit in all 6 subjects together. Round off to 2 digits after decimal. അതായത് 6 സബ്ജക്റ്റും കൂടെ കൂട്ടിയെടുത്തുള്ള ടോട്ടൽ മാർക്ക് എടുത്തു കഴിയുമ്പോൾ ഗൗരവിന് ഗുർജിത്തിനേക്കാൾ എത്ര പെർസെൻറ്റേജ് മാർക്കാണ് കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 27.35, 24.52, 29.45, 28.15. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. 27.35 ആണ്. നമുക്ക് ആദ്യം ഗൗരവിന് കിട്ടിയ ടോട്ടൽ മാർക്ക് കാണണം. സോ അതിനായിട്ട് 135 പ്ലസ് 88 പ്ലസ് 144 പ്ലസ് 95 പ്ലസ് 63 പ്ലസ് 43 ഈസിക്കൽ ടു 561 കിട്ടും. ഇനി മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഗുർജിത്തിന് കിട്ടിയ മാർക്ക് 96 പ്ലസ് 70 പ്ലസ് 102 പ്ലസ് 90 പ്ലസ് 51 പ്ലസ് 37 ഈസിക്കൽ ടു 446. നമ്മളോട് പേഴ്സൻറ്റേജ് ഇൻക്രീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 568 മൈനസ് 446 ഡിവൈഡഡ് ബൈ 446 ഇൻറ്റു 100 ഈസിക്കൽ ടു 27.35 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ സബ്ജക്ട് എ ആൻഡ് ഇ ബൈ ഓൾ 6 സ്റ്റുഡൻസ് ടുഗദർ? അതായത് എ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം മാർക്ക്, കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആവറേജും ഇ എന്ന് പറയണ സബ്ജക്റ്റിൽ കുട്ടികൾക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ ആവറേജും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എയുടെ ആവറേജും ഇയുടെ ആവറേജും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 48, 50, 52, 54. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 52 ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയണ സബ്ജക്റ്റിൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 99 പ്ലസ് 123 പ്ലസ് 114 പ്ലസ് 135 പ്ലസ് 96 പ്ലസ് 72 ഈസിക്കൽ ടു 639 ആണ്. ഇതിൻ്റെ ആവറേജ് 639 ഡിവൈഡ് ബൈ 6 ഈസിക്കൽ ടു 106.5 എന്ന് കിട്ടും. ഇനി ഇയിലെ ടോട്ടൽ മാർക്ക് 42 പ്ലസ് 69 പ്ലസ് 54 പ്ലസ് 63 പ്ലസ് 51 പ്ലസ് 48 ഈസിക്കൽ ടു 327 എന്ന് കിട്ടും. ഇനി അതിൻ്റെ ആവറേജ് 327 ഡിവൈഡ് ബൈ 6 ഈസിക്കൽ ടു 54.5. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് കാണാനാണ്. അതായത് എയുടെ ആവറേജ് ഓഫ് എ മൈനസ് ആവറേജ് ഓഫ് ഇ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 106.5 മൈനസ് 54.5 ഈസിക്കൽ ടു 52 എന്ന് കിട്ടും. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഈ 5 ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിട്ടുള്ളതായിരുന്നു. പിന്നെ മാർക്ക് എല്ലാവരുടെയും കണ്ടുപിടിക്കാൻ ഇച്ചിരി ടൈം എടുക്കും എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ, എന്നാലും ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. First question. Which one of the following types of assessment would be most beneficial for assessing a student's ability to debate? അതായത് ഒരു കുട്ടിക്ക് ഡിബേറ്റിലുള്ള കഴിവ് അസസ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇതിൽ ഏത് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഉപകാരപ്രദമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, പോസിറ്റീവ് അസസ്മെൻറ്റ്, പെർഫോമൻസ് അസസ്മെൻറ്റ്. ആൻസർ വരുന്നതായിരിക്കും പെർഫോമൻസ് അസസ്മെൻ്റ് ആണ്. അതായത് കുട്ടിയുടെ ഡിബേറ്റിലുള്ള അവൻ്റെ കഴിവാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് വരുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയിലൂടെ, അതായത് നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ കുട്ടികളെ അസസ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അതായത് കുട്ടി എന്തോരം പഠിച്ചവൻ എന്തോരം നോളജ് ഉണ്ടെന്ന് നോക്കാനായിട്ടാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് ലാസ്റ്റിലാണ്, അതായത് കുട്ടി ആ ഒബ്ജക്റ്റീവ്സ് എന്തോരം ഫുൾഫിൽ ചെയ്തു അല്ലെങ്കിൽ അവൻ്റെ പ്രൊഫഷൻസി അളക്കാനായിട്ടാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസും പ്രീവിയസ് പെർഫോമൻസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അസസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോഴത്തെ പെർഫോമൻസും ഇതിനു മുമ്പ് കുട്ടി നടത്തിയ പെർഫോമൻസും വെച്ചിട്ട് അസസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പെർഫോമൻസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഓൺലൈൻ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓൺലൈൻ ടൂൾസ് വെറൈറ്റി ടൂൾസ് ഉണ്ട്. അതിൻ്റെ അത് പ്രധാനപ്പെട്ട ടൂൾസ് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം. അതിൻ്റെ അത് നിർബന്ധമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. Given below 2 statements. Statement 1. Edmodo online tool helps teachers to stay in touch with parents, share updates and discuss student progress. Statement 2. Duolingo is an online language learning platform. In the light of the above statement, choose the most appropriate answer from the options given below. Edmodo എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടൂളാണ്. അത് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് ഡിസ്കസ് ചെയ്യാനായിട്ട്, അതായത്
പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ അപ്ഡേറ്റ്സൊക്കെ ഷെയർ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ടൂളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് ഡുലിംഗോ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആണ്. എഡ്മോഡോ എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോം ടീച്ചേഴ്സിന് പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതായത് കുട്ടികളുടെ പ്രോഗ്രസ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ലേണിങ്ങിനെ പറ്റിയുള്ളൊരു ഡിസ്കഷനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു ഡിജിറ്റൽ ബ്രിഡ്ജ് കണക്കാണ് ഇത് നിലകൊള്ളുന്നത്. അതായത് ടീച്ചറും പേരൻസും തമ്മിലുള്ള ഡിജിറ്റൽ ബ്രിഡ്ജായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇത് പേരൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡുലിംഗോ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വേരിയസ് ആയിട്ടുള്ള ലാംഗ്വേജസ് പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ടായിട്ട് ഗെയിം ലൈക്ക് സെഷൻസിലൂടെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. അതായത് ഫണ്ണായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എൻഗേജിങ്ങും ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് മെറ്റാ കോഗ്നിറ്റീവ് നോളജ് ഇൻക്ലൂഡ്സ്. അതായത് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് അത് നമ്മളായിട്ട് പഠിക്കുന്നതിൻ്റെ അകത്ത് മെറ്റാ കോഗ്നിറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിയോണ്ട് എന്നുള്ളതാണ്. അതായത് മെറ്റ എന്ന് പറയുമ്പോൾ ബിയോണ്ട് എന്നാണ്. കോണ്ടെക്സ്റ്റ് നോളജ്, ഫാക്ച്വൽ നോളജ്, പ്രൊസീജിയർ നോളജ്, ടെക്നോളജിക്കൽ നോളജ്, പ്രാക്ടിക്കൽ നോളജ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. കോണ്ടെക്സ്റ്റ് നോളജ്, ഫാക്ച്വൽ നോളജ്, പ്രൊസീജിയർ നോളജ് എന്നിവയാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗിൽ മെറ്റാ കോഗ്നിറ്റീവ് നോളജിൽ വരുന്നത്. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പ്രൊസീജിയറിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. Next question, which learning style involves the extent to which a student approach learning material in a way that helps them understand the meaning of the material. അതായത് ഏത് സ്റ്റൈൽ ഓഫ് ലേണിങ്ങിലാണ് കുട്ടി മീനിങ് മനസ്സിലാക്കി പഠിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ലേണിങ്ങിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർഫസ് സ്റ്റൈൽ, ഇമ്പൾസീവ് സ്റ്റൈൽ, ഡീപ്പ് സ്റ്റൈൽ, റിഫ്ലക്റ്റീവ് സ്റ്റൈൽ. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. ഡീപ്പ് സ്റ്റൈലാണ്. ഡീപ്പ് സ്റ്റൈൽ ലേണിങ്ങിലാണ് കുട്ടി ഒരു മെറ്റീരിയലിൻ്റെ മീനിങ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിക്കുന്നത്. സർഫസ് സ്റ്റൈൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെമ്മറൈസേഷനാണ്. അതായത് നമ്മൾ എന്താണ് അതിൻ്റെ മീനിങ് ഒന്നും മനസ്സിലാക്കുന്നില്ല, അവിടെ തന്നിരിക്കുന്നു അതേപടി തന്നെ നമ്മൾ കാണാണ്ട് പഠിക്കുന്നതാണ് സർഫസ് സ്റ്റൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇമ്പൾസീവ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ തിങ്ക് ചെയ്യുന്നൊന്നുമില്ല. സോ അത് നമ്മൾ പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് അക്യുറേറ്റ് ആകുന്നില്ല. ഇത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം കണ്ടു അടുത്ത് ചാടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഇമ്പൾസീവ് സ്റ്റൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് സ്റ്റൈൽ ഓഫ് ലേണിങ്ങിൽ നമ്മളൊരു ഇൻഫർമേഷന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമയം എടുത്താണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് അക്യുറേറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അവലോകനം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് റിഫ്ലക്റ്റീവ് സ്റ്റൈൽ ഓഫ് ലേണിംഗ്. റിഫ്ലക്ഷനാണ് വരുന്നത്. When computer reader encounter new sentence in their native language, they read them automatically is an example of dash learning. അതായത് ഒരു കമ്പ്യൂട്ടർ ലേണർ ഒരു പുതിയൊരു സെൻറ്റൻസ് നേറ്റീവ് ലാംഗ്വേജിൽ റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ റോഡ് ട്രാൻസ്ഫർ, നിയർ ട്രാൻസ്ഫർ, ലോ റോഡ് ട്രാൻസ്ഫർ, ഫാസ്റ്റ് ട്രാൻസ്ഫർ. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. ലോ റോഡ് ട്രാൻസ്ഫർ ആണ്. ലോ റോഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അവരുടെ വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള സ്കില്ല് ഒരു സിമിലർ ആയിട്ടുള്ള ന്യൂ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോ റോഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു കോമ്പീറ്റൻറ്റ് റീഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ ഒരു ന്യൂ സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ ലോ റോഡ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് ടൈം ഒരു സ്മോൾ ട്രക്ക് ഡ്രൈവ് ചെയ്യാറുണ്ട്. അത് സിമിലറായിട്ട് തന്നെ ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ഹൈ റോഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ന്യൂ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോഴാണ് ഹൈ റോഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നത്. അതായത് നമ്മൾ ഒരു പുതിയ സിറ്റുവേഷനിൽ നമ്മുടെ പ്രയർ ലേണിംഗ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്.
നിയർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിയർ ആണ്, അതായത് നമ്മൾ നമ്മുടെ ഒരു സ്കില്ല് ഒരു പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുക, അത് നമ്മുടെ മുമ്പത്തുള്ള അതേ സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ആ ഒരു സ്കില്ല് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ നിയർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിയറിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു നോളജ് നമ്മൾ വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ്സിലെയും പൊളിറ്റിക്സിലെയും ഒക്കെ ആ ഒരു സ്ട്രാറ്റജിക് പ്രിൻസിപ്പിൾസ് ഒരു ചെസ് പ്ലേയിങ്ങിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഫാർ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് സംഭവിക്കുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്